തെന്നാലി രാമൻ കഥകൾ. രചന ഉല്ലല ബാബു. പണ്ടൊരിക്കൽ തെന്നാലിയിൽ കൊടും വരൾച്ച അനുഭവപ്പെട്ടു. മഴ പെയ്തിട്ട് മാസങ്ങളായി കുളങ്ങളും കിണറുകളും വറ്റി വരണ്ടു. കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പൊറുതിമുട്ടി. പലരും തെന്നാലി ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്യാസി തെന്നാലിയിലെത്തി. മറ്റേതോ ദേശത്തുകാരനാണ് അയാൾ. ആശ്ചര്യമെന്ന് പറയട്ടെ, സന്യാസിയോടൊപ്പം നാട്ടിൽ മഴയും എത്തി. ചെറിയ മഴയല്ല, ഇടിയും മിന്നലുമുള്ള പേമാരി. ജനങ്ങൾക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എത്ര ദിവ്യത്വമുള്ള ആളാണ് സന്യാസി! അദ്ദേഹം നാട്ടിൽ വന്നതേയുള്ളൂ, മഴയും എത്തി. തെന്നാലി നിവാസികൾ ഭക്തി ആദരപൂർവം സന്യാസിയുടെ കാൽക്കൽ കുമ്പിട്ടു. പക്ഷേ രാമൻ മാത്രം സന്യാസിയുടെ കാൽക്കൽ കുമ്പിട്ടില്ല. അവനെക്കുറിച്ച് മറ്റെല്ലാവർക്കും പുച്ഛം തോന്നി. കുരുത്തം കെട്ട ചെക്കൻ, വകതിരിവില്ലാത്തവൻ, ഇവനെ പോലുള്ളവർ നാടിന് തന്നെ നാണക്കേടാണ്, അവർ രാമൻ കേൾക്കെ പറഞ്ഞു. പുച്ഛത്തോടെയാണ് രാമൻ സന്യാസിയെ നോക്കിയത്. രാമൻ സന്യാസിയോട് ചോദിച്ചു, അല്ലയോ സന്യാസി വരിയ, പനമരം എങ്ങനെയുണ്ട്? രാമൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആളുകൾക്ക് നീരസമാണ് തോന്നിയത്. പനമരം എങ്ങനെയുണ്ട് പോലും? നല്ല ചോദ്യം, അതും ദിവ്യശക്തിയുള്ള സന്യാസിയോട്. രാമൻ്റെ ചോദ്യം കേട്ട് സന്യാസി പുഞ്ചിരി തൂകി. രാമനെ നോക്കി തല കുലുക്കി, എന്തോ സമ്മതിക്കുന്ന മട്ടിൽ. ജനം ഇതെല്ലാം കണ്ടുകൊണ്ട് പകച്ചു നിന്നു. രാമൻ ഉറക്കെ പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു കാക്ക പറന്നു തളർന്നു വരികയായിരുന്നു. അവൾക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നി. അവൾ ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷത്തിൽ എങ്ങനെയോ ഒരു പനങ്ക താഴെ വീണു. പനയുടെ ചുവട്ടിൽ കുറച്ചാളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അവർ തീർച്ചയാക്കി പനങ്ക വീഴാൻ കാരണം കാക്കയാണെന്ന്. ഇത് അന്ധവിശ്വാസമല്ലാതെ മറ്റെന്താണ്? ഈ കഥ കൂടി കേട്ടപ്പോൾ ജനങ്ങൾ രാമനെ കൂടുതൽ പുച്ഛിച്ചു. സന്യാസി രാമനെ വിളിച്ചു വളരെ സൗമ്യമായി പറഞ്ഞു, നിന്റെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാം. അപ്രകാരം നീ ചെയ്യണം. നീ കെങ്കേമനാകും. സന്യാസിക്ക് കാളിമന്ത്രം നല്ല വശമാണ്. സന്യാസി രാമനെ കാളിമന്ത്രം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിവസവും കാളിക്ഷേത്രത്തിൽ പോയി ഈ മന്ത്രം ജപിക്കണം. കാളിദേവി പ്രസാദിക്കും, നിന്നെ അനുഗ്രഹിക്കും. സന്യാസി രാമനെ അനുഗ്രഹിച്ചു വിട്ടു. കാളിമന്ത്രം രാമൻ മനഃപ്പാഠമാക്കി. രാത്രിയിൽ കാളിക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയായി. ഭയാനകമായ അന്തരീക്ഷം. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ രാമൻ്റെ മന്ത്രോച്ചാരണം അലയടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭയങ്കര രൂപം വല്ലാത്ത ശബ്ദത്തോടെ രാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ കാളിദേവി. 1000 മുഖങ്ങളുണ്ട് ദേവിക്ക്. അതിലെ 1000 വായകളും പിളർന്നിരിക്കുന്നു. നീണ്ട പല്ലുകൾ, 1000 ജോഡി കണ്ണുകൾ, അവയെല്ലാം തീപ്പൊരി ചിതറുന്നുണ്ടായിരുന്നു. ആര് കണ്ടാലും വിറച്ചു പോകും. പക്ഷേ രാമന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. രാമൻ ഭയന്നില്ല. യാതൊരു അസാധാരണത്വവും രാമന് തോന്നിയില്ല. ഒരു ചെറുപുഞ്ചിരിയോടെ രാമൻ ഇരുന്നു. നീ എന്താണ് ചിരിക്കുന്നത്? അല്പം നീരസം ഭാവിച്ചുകൊണ്ട് ദേവി ചോദിച്ചു. ഞാനൊരു കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണ്. എനിക്കെപ്പോഴും ജലദോഷം വരാറുണ്ട്. ജലദോഷം വരുമ്പോൾ മൂക്കിലൂടെ വരുന്ന നീരൊലിപ്പ് തൂക്കാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. ദേവിക്ക് 1000 മൂക്കുണ്ടെങ്കിലും 2 കൈകളല്ലേ കാണുന്നുള്ളൂ. 1000 മൂക്കുള്ള ദേവിക്ക് ജലദോഷം വരുമ്പോൾ 2 കൈകൾ കൊണ്ട് എങ്ങനെ 1000 മൂക്കും തുടയ്ക്കും? അതാലോചിച്ച് അടിയൻ ചിരിച്ചു പോയതാ, രാമൻ ഉത്തരം നൽകി. രാമൻ്റെ മറുപടി കേട്ടപ്പോൾ ദേവി പോലും ചിരിച്ചുപോയി. രാമനെ ദേവിക്കിഷ്ടമായി. ദേവി 2 സ്വർണ്ണക്കിണ്ണങ്ങൾ രാമന് നീട്ടി. എന്നിട്ട് പറഞ്ഞു, രാമാ, ഒരു കിണ്ണത്തിൽ ധനമാകുന്ന പാലാണ്, മറ്റേതിൽ ജ്ഞാനമാകുന്ന പാലും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് സ്വീകരിക്കാം, ഒന്നു മാത്രം. പറയുന്നതൊന്നും അപ്പാടെ അനുസരിക്കുന്ന ശീലക്കാരനല്ലല്ലോ. രാമൻ ഉടൻ ചോദിച്ചു, ദേവി, അടിയനൊരു സംശയം. ധനം പുളിക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥം?
ധനം തേടാനുള്ള മാർഗങ്ങൾ നല്ലതല്ല. അതുകൊണ്ടാണ് ധനം പുളിക്കുമെന്ന് പറയുന്നത്. ദേവി വ്യക്തമാക്കി. 2 കിണ്ണങ്ങളിലെയും സ്വാദറിയാതെ അടിയൻ എങ്ങനെ സ്വീകരിക്കും? രാമന് സംശയമായി. അതിന് ദേവി ഒരു മാർഗം നിർദ്ദേശിച്ചു. രാമ, ഒരു വിരൽ കൊണ്ട് തൊട്ട് 2 കിണ്ണങ്ങളിലെയും പാലിൻ്റെ സ്വാദും ഗുണവും അറിയൂ. ദേവി കിണ്ണങ്ങൾ രാമനെ ഏൽപ്പിച്ചു. കിണ്ണം വാങ്ങിയിട്ട് രാമൻ എന്തു ചെയ്തുവെന്നോ? ഞൊടിയിടയിൽ 2 കിണ്ണത്തിലെയും പാൽ കുടിച്ചു. ദേവി, അടിയനോട് ക്ഷമിക്കണം. അടിയന് ധനവും വിജ്ഞാനവും വേണം. രണ്ടുമുണ്ടെങ്കിലേ ലോകജീവിതം സുഖകരമാകൂ. രാമൻ വിനയാന്യുതനായി പറഞ്ഞു. എന്തൊരു കുസൃതിക്കാരനാണ് നീ! ഒന്നിനു പകരം 2 കുടിച്ചു. അതിനുള്ള ശിക്ഷയായി നീ ഒരു വികടകവിയായി തീരട്ടെ, ദേവി കൽപ്പിച്ചു. ദേവി, അങ്ങനെ പറയരുത്. അടിയന് വികടകവി ആയാൽ മാത്രം പോരാ, കവിയും ആവണം. പോരെങ്കിൽ അവിടുന്ന് കുറ്റക്കാരിയാണ്. ആ 2 കിണ്ണവും കയ്യിൽ പിടിച്ചതിൻ്റെ അർത്ഥം 2നും തുല്യമായ പ്രാധാന്യം എന്നല്ലേ? ദേവിക്ക് ഉത്തരം മുട്ടി. ദേവി പറഞ്ഞു, ശരി, നീ ഒരേ സമയത്ത് കവിയും വികടകവിയുമാകും. പക്ഷേ അടുത്ത തലമുറകൾ നിന്നെ അറിയുന്നത് ഒരു കവിയായിട്ടല്ല, മറിച്ച് ഒരു വിദൂഷകനായിട്ടായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷമായി. രാമൻ നാട്ടിലേക്ക് മടങ്ങി. ദേവി രാമൻ്റെ അകക്കണ്ണുകൾ തുറന്നു. അവൻ പ്രഗത്ഭനായി വളർന്നു. രാമൻ യുവാവായി. അവനൊരു മോഹം തോന്നി. എങ്ങനെയെങ്കിലും വിജയനഗരത്തിലെത്തി കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കണം. അതിലൂടെ കൊട്ടാരത്തിലെ അന്തേവാസിയാകണം. പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ഭാഗ്യം കൂടി വേണ്ടേ? ഇതിനിടയിൽ രാമൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരാൺകുട്ടി പിറന്നു. എന്നിട്ടും രാമൻ്റെ ആഗ്രഹത്തിന് ഒരു മങ്ങലുമുണ്ടായില്ല. ആയിടയ്ക്ക് രാജപുരോഹിതൻ മംഗലഗിരിയിൽ വന്നു. അവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ വന്നതാണ് അദ്ദേഹം. ഈ വിവരം രാമൻ അറിഞ്ഞു. തെന്നാലിക്കടുത്ത സ്ഥലമാണ് മംഗലഗിരി. ഈ സന്ദർഭം തികച്ചും പ്രയോജനപ്പെടുത്തണം. എങ്ങനെയെങ്കിലും പുരോഹിതൻ്റെ പ്രീതി നേടണം. രാജപുരോഹിതൻ വിചാരിച്ചാൽ കൊട്ടാരത്തിൽ കടക്കുക വളരെ എളുപ്പമാണ്. ചക്രവർത്തിയുമായി അത്ര അടുപ്പത്തിലാണ് പുരോഹിതൻ. രാമൻ രാജപുരോഹിതനെ കണ്ടു തൻ്റെ ആഗ്രഹം അറിയിച്ചു. മഹാസൂത്രശാലിയായിരുന്നു പുരോഹിതൻ. മംഗലഗിരിയിലെ താമസക്കാലം ജോലികളെല്ലാം ചെയ്യിക്കാൻ ഇവനെ കൊള്ളാം. ഇവനെ വിട്ടുകൂടാ, കൂടെ നിൽക്കട്ടെ. കൊട്ടാരത്തിലെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ എന്തും ചെയ്യും. രാമനാകട്ടെ കൊട്ടാരത്തിലെ അന്തേവാസിയാകാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അവൻ രാജപുരോഹിതനെ ശുശ്രൂഷിച്ചു. രാമൻ്റെ മനസ്സു നിറയെ ശുഭപ്രതീക്ഷയായിരുന്നു. പുരോഹിതന് വേണ്ടതെല്ലാം രാമൻ ശ്രദ്ധയോടെ ചെയ്തു കൊടുത്തു. ഇക്കാലത്ത് രാമൻ ലിംഗപുരാണം എന്ന കാവ്യം രചിച്ചിരുന്നു. വളരെ വിശിഷ്ടമായ കൃതിയായിരുന്നു അത്. ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ആളല്ലേ? ലിംഗപുരാണം പുരോഹിതന് വായിച്ചു കേൾപ്പിച്ചു. മനോഹരമായ കവിത. രാജപുരോഹിതന് രാമനോട് അസൂയ തോന്നി. കൊട്ടാരത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവനെ പറ്റിക്കണം. ഇതായിരുന്നു രാജപുരോഹിതൻ്റെ മനസ്സിലിരിപ്പ്. രാമൻ വളരെ ശുഷ്കാന്തിയോടെ പുരോഹിതൻ്റെ വീട്ടുപണികൾ ചെയ്തു കൊടുത്തു. ഒരു ദിവസം രാജപുരോഹിതൻ രാമനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. കൊട്ടാരത്തിൽ എത്തിയാൽ ഉടൻ ചക്രവർത്തിയുമായി സംസാരിക്കാം. നിന്നെ വിവരമറിയിക്കാം. എന്നിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി. രാജപുരോഹിതൻ യാത്ര തിരിച്ചു. രാമൻ നിറകണ്ണുകളോടെ നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരാനന്ദം നിറഞ്ഞു നിന്നു. താമസിയാതെ താനും കൊട്ടാരത്തിലെ അന്തേവാസിയാകുമല്ലോ. അക്ഷമയോടെ രാമൻ ദിവസങ്ങൾ നീക്കി. നാളുകൾ കഴിഞ്ഞു. പുരോഹിതൻ്റെ അറിയിപ്പുമായി ആരും വന്നില്ല. രാമന് ആകെ നിരാശയായി. പുരോഹിതൻ തന്നെ പറ്റിക്കുകയായിരുന്നുവെന്ന് രാമന് മനസ്സിലായി. രാമൻ വിട്ടുകൊടുക്കുമോ? ഇതിന് ശരിക്കും പ്രതികാരം ചെയ്യണം. വരട്ടെ, അയാളുടെ സഹായമില്ലാതെ കൊട്ടാരത്തിലെ അന്തേവാസിയാകാൻ പറ്റുമോ എന്ന് നോക്കാം. രാമൻ മനസ്സിലുറച്ചു.
രാമൻ കുടുംബസമേതം വിജയനഗരത്തിലേക്ക് യാത്ര തിരിച്ചു. വഴി ദുർഘടം പിടിച്ചതായിരുന്നു. അനേകം ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നു. ഒടുവിൽ വിജയനഗരത്തിലെത്തി. ഒരു ചെറിയ വീട്ടിൽ രാമൻ കുടുംബത്തെ താമസിപ്പിച്ചു. രാമൻ രാജപുരോഹിതന്റെ ഗൃഹത്തിലേക്ക് പോയി. ഗൃഹത്തിലെത്തി പുരോഹിതന്റെ ഭൃത്യനെ കണ്ടു പറഞ്ഞു, തെനാലിയിൽ നിന്നും വരുന്ന രാമനാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ യജമാനനെ ഒന്ന് കാണണം. ഭൃത്യൻ പുരോഹിതനെ വിവരം അറിയിച്ചു. അപ്പോൾ പുരോഹിതന്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു. അങ്ങനെ ഒരാളെ ഞാൻ അറിയില്ല. എനിക്ക് അയാളെ കാണുകയും വേണ്ട. ഭൃത്യൻ തിരികെ വന്നു രാമനെ വിവരം അറിയിച്ചു. രാമൻ നേരെ അകത്തേക്ക് പോയി. രാജപുരോഹിതന്റെ മുമ്പിലെത്തി. രാജപുരോഹിതൻ അവിടെ സന്ദർശകരുമായി കുശലങ്ങൾ പറയുകയായിരുന്നു. പുരോഹിതൻ രാമനെ കണ്ടതായി ഭാവിച്ചില്ല. രാമൻ പറഞ്ഞു, ഞാൻ തെനാലിയിൽ നിന്നും വരുന്ന രാമനാണ്. മംഗലഗിരിയിൽ അങ്ങയുടെ വീട്ടുജോലികൾ ചെയ്തു തന്നത് ഞാനാണ്. അങ്ങ് അന്നെന്നോട് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഞാൻ വന്നത്. രാജപുരോഹിതൻ ദേഷ്യം കൊണ്ടു വിറച്ചു. അയാൾ ഭൃത്യനെ വിളിച്ചു. ഞാൻ ഇയാളെ അറിയില്ല. ഇയാൾ ഭ്രാന്തനാണ്. ഇവനെ അടിച്ചു പുറത്താക്കൂ, രാജപുരോഹിതൻ കൽപ്പിച്ചു. ഭൃത്യന്മാർ രാമനെ പിടിച്ച് പുറത്താക്കി. അപമാനിതനായി രാമൻ അവിടെ നിന്നും നടന്നു നീങ്ങി. കൊട്ടാരത്തിലെ അന്തേവാസിയാകുക എന്നത് രാമൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനായി രാമൻ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ഫലമൊന്നും കിട്ടിയില്ല. എങ്കിലും എന്നെങ്കിലും അത് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു രാമൻ. ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സുകൾ നടത്താറുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പേരുകേട്ട പണ്ഡിതന്മാർ ഒത്തുചേരും. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുക. ചിലപ്പോൾ വാഗ്വാദങ്ങളും ഉണ്ടാകും. ദർബാർ ഹാളിലാണ് സദസ്സ് ചേരുക. പണ്ഡിത സദസ്സ് കൂടിയിരുന്ന ഒരു ദിവസം രാമനും ദർബാർ ഹാളിലേക്ക് കയറി. സദസ്സിൻ്റെ ഏറ്റവും പിറകിലായി ഇരുന്നു. നിറയെ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. മായയെക്കുറിച്ചായിരുന്നു അന്നത്തെ വാഗ്വാദം. പണ്ഡിതന്മാർ ഓരോരുത്തരായി അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. ഒരു പണ്ഡിതൻ ആവേശഭരിതനായി സംസാരിച്ചു. ഈ ലോകം മായയാണ്. മായയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ദ്രിയങ്ങൾ മൂലം നാം എന്തും ഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്നാൽ നാം ഒന്നും ഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. എല്ലാം ഒരുതരം നിരർത്ഥകമായ തോന്നലുകളാണ്. നാം ഒരുവനെ കാണുന്നു എന്ന് വിചാരിക്കുക. അയാൾ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിക്കുക. മറക്കുന്നുവെന്ന് വിചാരിക്കുക. ജയിക്കുന്നുവെന്ന് വിചാരിക്കുക. പക്ഷേ നാം വിചാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ല, മണക്കുന്നില്ല, ജയിക്കുന്നില്ല. എല്ലാം മായയാണ്. വെറും തോന്നൽ, ഒരു സങ്കല്പം മാത്രമാണ്. പണ്ഡിതന്റെ വാദമുഖങ്ങൾ കേട്ട് അവിടെ കൂടി നിന്നവർ തലകുലുക്കി. എന്തൊരു വലിയ തത്വജ്ഞാനി! അപാരം തന്നെ! ജനങ്ങൾ അത്ഭുതം പ്രകടിപ്പിച്ചു. ചക്രവർത്തി ചുറ്റും നോക്കി. തൻ്റെ പണ്ഡിത സദസ്സിലെ ആരെങ്കിലും ഇദ്ദേഹത്തെ തർക്കിച്ചു തോൽപ്പിക്കുമെന്ന് കരുതി. പക്ഷേ ആരും പണ്ഡിതന്റെ വാദങ്ങളെ എതിർത്ത് സംസാരിച്ചില്ല. ചക്രവർത്തിക്കാകെ നാണക്കേടായി. അദ്ദേഹം അവിടെ നിന്ന് വിയർത്തു കുളിച്ചു. ഇത് തന്നെ പറ്റിയ സന്ദർഭം. സുഹൃത്തുക്കളെ, ഇവിടെ പണ്ഡിതൻ പറഞ്ഞത് വിചാരങ്ങളാണ് മനുഷ്യർക്ക് സുഖവും ദുഃഖവും നൽകുന്നതെന്നാണ്. നാം ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുകയല്ല, ഭക്ഷിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇതാണല്ലോ പണ്ഡിതന്റെ അഭിപ്രായം. അത് ശരിയാണോ? നമുക്കത് പരീക്ഷിച്ചറിയണം. ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്നുണ്ടല്ലോ. നാം എല്ലാവരും അത് ഭക്ഷിക്കുക. പണ്ഡിതൻ അത് ഭക്ഷിക്കാതിരിക്കട്ടെ. അദ്ദേഹം അത് ഭക്ഷിക്കുന്നതായി വിചാരിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുമോ? സദസ്യർ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതനൊന്നും പറയാനില്ലായിരുന്നു. ചക്രവർത്തിക്ക് ആശ്വാസമായി. രാമൻ തൻ്റെ മാനം രക്ഷിച്ചു. ചക്രവർത്തി രാമനെ അഭിനന്ദിച്ചു. അനേകം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി കൊടുത്തു. രാമ, ഞാൻ നിങ്ങളെ കൊട്ടാരം വിദൂഷകനായി നിയമിച്ചിരിക്കുന്നു, ചക്രവർത്തി അറിയിച്ചു. രാമനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തൻ്റെ ചിരകാല അഭിലാഷം സാധിച്ചിരിക്കുന്നു. എല്ലാം ദേവിയുടെ അനുഗ്രഹം.
രാമന്റെ ഉള്ളിൽ പകയുടെ കരിമരുന്ന് കിടപ്പുണ്ടായിരുന്നു. ഇനി വേണം രാജപുരോഹിതനോട് പകരം വീട്ടാൻ. അതിനുള്ള വഴിയെക്കുറിച്ചായി രാമന്റെ ചിന്ത. രാമൻ കൊട്ടാരത്തിലെ വിദൂഷകനായി. രാജപുരോഹിതനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം. അതിന് തക്കം നോക്കി നടക്കുകയാണ് രാമൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമൻ അതിനൊരു മാർഗം കണ്ടെത്തി. രാജപുരോഹിതന്റെ പതിവുകൾ രാമൻ മനസ്സിലാക്കി. വെളുപ്പിനെ 4 മണിക്ക് രാജപുരോഹിതൻ എഴുന്നേൽക്കും. തുംഗഭദ്ര നദിയിൽ കുളിക്കും. നദിക്കരയിൽ മുണ്ടെല്ലാം അഴിച്ചു വെച്ചാണ് അദ്ദേഹം കുളിക്കുക. രാജപുരോഹിതൻ നഗ്നനായി കുളിക്കുവാൻ പാടില്ലെന്നാണ് ശാസ്ത്രവിധി. പക്ഷേ പുരോഹിതൻ പൂർണ്ണ നഗ്നനായി നിന്നേ കുളിക്കാറുള്ളൂ. പുരോഹിതനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ സമയം ഇതുതന്നെ, രാമൻ മനസ്സിലോർത്തു. ഒരു ദിവസം രാജപുരോഹിതൻ കുളിക്കാൻ പോയപ്പോൾ രാമനും പുറകെ കൂടി. രാജപുരോഹിതൻ പതിവ് പോലെ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് കുളിക്കാനിറങ്ങി. രാമൻ പതുക്കെ ചെന്ന് വസ്ത്രങ്ങളെല്ലാം എടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. രാജപുരോഹിതൻ കുളി കഴിഞ്ഞ് കരയ്ക്കു കയറി. കരയിൽ വച്ചിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ കാണുന്നില്ല. അദ്ദേഹം ചുറ്റും നോക്കി. അല്പം അകലെ നിന്ന് പുരോഹിതനെ നോക്കി രാമൻ ചിരിക്കുന്നു. നാണം മറയ്ക്കുവാൻ കഴിയാതെ പുരോഹിതൻ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്നു. എത്ര നേരം വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കാൻ കഴിയും? ജനങ്ങൾ അറിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. ഹേ രാമാ, ദയവായി എൻ്റെ വസ്ത്രം തരൂ, രാജപുരോഹിതൻ വിളിച്ചു പറഞ്ഞു. അല്ലയോ പുരോഹിത ശ്രേഷ്ഠ, നിങ്ങൾ എന്നെ മറന്നിട്ടില്ല അല്ലേ? കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എന്നെ അറിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിച്ചില്ലേ? ഇപ്പോൾ എങ്ങനെ എൻ്റെ പേര് ഓർമ്മ വന്നു? രാമൻ പുരോഹിതനെ കളിയാക്കി. ദയവ് ചെയ്ത് എൻ്റെ വസ്ത്രങ്ങൾ തരൂ, രാജപുരോഹിതൻ കേണപേക്ഷിച്ചു. ശരി, വസ്ത്രങ്ങൾ തരാം. പക്ഷേ അങ്ങനെ തോളിലിരുത്തി നടക്കണം, കൊട്ടാരത്തിലെത്തിക്കണം. അതിന് തയ്യാറെങ്കിൽ സത്യം ചെയ്യൂ. സത്യം ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വസ്ത്രവുമായി പോകും. ഒടുവിൽ വസ്ത്രമില്ലാതെ അങ്ങ് തിരിച്ചു പോകേണ്ടി വരും, രാമൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ രാജപുരോഹിതൻ സത്യം ചെയ്തു. രാമൻ വസ്ത്രങ്ങൾ മടക്കി കൊടുത്തു. അപ്പോഴേക്കും നേരം നന്നായി വെളുത്തു കഴിഞ്ഞിരുന്നു. വഴി നിറയെ ആളുകൾ. രാജപുരോഹിതൻ രാമനെ തോളിലിരുത്തി കൊട്ടാരത്തിലേക്ക് നടന്നു. ആനപ്പുറത്തിരിക്കുന്ന ഗൗരവത്തിലായിരുന്നു രാമൻ. അസാധാരണമായ ആ കാഴ്ച കണ്ട് ജനങ്ങൾ ചുറ്റും കൂടി. ഇതെന്ത് വിചിത്രമായിരിക്കുന്നു! രാമനെ ചുമന്നുകൊണ്ട് രാജപുരോഹിതൻ നടക്കുന്നു. കേട്ടവർ മൂക്കത്തു വിരൽ വച്ചു. കഷ്ടം! കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ചക്രവർത്തിയും ഈ കാഴ്ച കണ്ടു. രാജപുരോഹിതൻ ഒരു കഴുതയെപ്പോലെ രാമനെ ചുമന്നുകൊണ്ടുവരുന്നു. രാമന്റെ ഭാരം താങ്ങാനാവാതെ രാജപുരോഹിതൻ ശരിക്കും വിഷമിക്കുന്നുണ്ട്. അദ്ദേഹം ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ചക്രവർത്തി കോപം കൊണ്ട് ജ്വലിച്ചു. രാമന്റെ തോന്നിയാസം ഏറുന്നുണ്ട്. അദ്ദേഹം ഏതാനും ഭടന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗം ഗോപുരവാതിലിലേക്ക് ചെല്ലുവിൻ. ഒരാൾ മറ്റൊരാളെ തോളിലിരുത്തിക്കൊണ്ട് വരുന്നുണ്ട്. തോളിലിരിക്കുന്ന മനുഷ്യനെ താഴെ ഇറക്കുക. എന്നിട്ട് അവന് 100 അടി കൊടുക്കുക. മറ്റേയാളെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. വേഗം ചെല്ലൂ. ഭടന്മാർ ഉടനെ പുറപ്പെട്ടു. തോളിലിരുന്ന രാമൻ കാര്യങ്ങൾ മനസ്സിലാക്കി. തൻ്റെ കാര്യം കുഴപ്പത്തിലായിരിക്കുന്നു. ചക്രവർത്തിയുടെ ആംഗ്യങ്ങൾ രാമൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ രാമൻ രാജപുരോഹിതന്റെ തോളിൽ നിന്നിറങ്ങി. രാജപുരോഹിതന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. പുരോഹിതസ്വാമി, എനിക്ക് തെറ്റുപറ്റി. എനിക്ക് അതിൽ പശ്ചാത്താപമുണ്ട്. അങ്ങ് എനിക്ക് മാപ്പ് തരണം. ഞാൻ അപരാധം ചെയ്തുപോയി. അതിന് പ്രായശ്ചിത്തമായി അങ്ങയെ തോളിലേറ്റി നടക്കാൻ എന്നെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ. മറ്റൊന്നും പറയരുത്, രാമൻ വിനീതനായി പറഞ്ഞു. രാജപുരോഹിതൻ അധികമൊന്നും ചിന്തിച്ചില്ല. പുരോഹിതൻ സന്തോഷപൂർവ്വം രാമന്റെ തോളിൽ കയറി. രാമൻ പുരോഹിതനെ തോളിലേറ്റി നടന്നു നീങ്ങി. വരാനിരിക്കുന്നതോർത്ത് രാമന് ചിരിയടക്കുവാൻ കഴിഞ്ഞില്ല. രാമൻ പുരോഹിതനെയും ചുമന്ന് കൊട്ടാരവാതിൽക്കലെത്തി. ഭടന്മാർ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ചു. ഭടന്മാർ തോളിലിരുന്ന പുരോഹിതനെ നിലത്തു വലിച്ചിട്ടു. എന്നിട്ട് 100 അടി കൊടുത്തു. വേദന കൊണ്ട് രാജപുരോഹിതൻ നിലവിളിച്ചു. ഇതെന്ത് കഥ? രാജപുരോഹിതനൊന്നും മനസ്സിലായില്ല.
പിന്നീട് രാമനെ ഭടന്മാർ ചക്രവർത്തിയുടെ മുന്നിലെത്തിച്ചു. ചക്രവർത്തി വല്ലാതായി. രാമനെ ശിക്ഷിക്കുക, പുരോഹിതനെ ആദരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു രാജാവിൻ്റെ ആജ്ഞ. പക്ഷേ ഭടന്മാർ പ്രവർത്തിച്ചതാകട്ടെ നേരെ വിപരീതവും. ചക്രവർത്തി ഭടന്മാരോട് ദേഷ്യപ്പെട്ടു. ഭടന്മാർ തങ്ങളുടെ നിലപാട് വിശദമാക്കി. തോളത്തിരുന്നവനെ ശിക്ഷിക്കണം, മറ്റേയാളെ കൊണ്ടുവരണം, അതായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പന. അല്ലാതെ പുരോഹിതനെന്നോ രാമനെന്നോ പേരെടുത്തു പറഞ്ഞില്ല. ഞങ്ങൾ കണ്ടത് രാജപുരോഹിതൻ തോളിലിരിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ തെറ്റുകാരാവും? ശരിയാണെന്ന് ചക്രവർത്തിക്ക് തോന്നി. അങ്ങനെ രാമന്റെ കാര്യത്തിൽ രാജാവ് നിസ്സഹായനായി.